നമസ്കാരം, സ്വാഗതം ദൃഷ്ടിദാൻ ഐ ഹെൽത്ത് സിംപ്ലിഫൈഡ് ചാനലിലേക്ക്. പ്രകാശങ്ങളുടെ ഉത്സവമാണ് ദീപാവലി. അന്ധകാരത്തെ പ്രകാശത്താൽ ദൂരീകരിക്കുന്ന ദിനങ്ങൾ. സത്യം അധർമ്മത്തെ ജയിക്കുന്നതിൻ്റെ പ്രതീകം. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ദീപാവലി ആശംസകൾ. ദീപാവലി എന്നത് ദീപങ്ങളുടെയും പടക്കങ്ങളുടെയും ആഘോഷം എന്നറിയപ്പെടുന്നു. എല്ലാവരും ഏറെ സന്തോഷത്തോടെ, ഏറെ ആഹ്ലാദത്തോടെ ആഘോഷിക്കുന്ന ദിനങ്ങൾ. എന്നാൽ ഒരു ഓഫ്താൽമോളജിസ്റ്റ് എന്ന നിലയ്ക്ക് എന്നെ പോലെയുള്ള പലരുടെയും ഭീകരത നിറഞ്ഞ ദിവസങ്ങളാണ് ദീപാവലി ദിവസങ്ങൾ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ആ ദിവസങ്ങളിൽ ഞങ്ങളുടെ ഹോസ്പിറ്റലുകളിലേക്ക് വരുന്നത് ഒത്തിരിയേറെ ഐ ഇഞ്ചുറീസ് ആണ്. അതിനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാൻ ഞാൻ കുറച്ച് കണക്കുകൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള കണക്കുകൾ വളരെ ചുരുക്കമാണെങ്കിൽ പോലും സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ചില കണക്കുകൾ നിങ്ങളുടെ മുൻപിലേക്ക് നിരത്തുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും അതിൻ്റെ ഭീകരത എത്രമാത്രമുണ്ടെന്ന്. ബാംഗ്ലൂരിലെ ഒരു മേജർ ഐ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 2024 പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു സ്റ്റഡിയിൽ പറയപ്പെടുന്നത് ദീപാവലി ഒരു ദിവസത്തിൽ അവിടെ എത്തിച്ചേർന്ന ഐ ഇഞ്ചുറീസിൻ്റെ കണക്ക് ഏകദേശം 150 മുകളിലാണ്. ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ. റിപ്പോർട്ട് ചെയ്യപ്പെടാത്തവ എത്രയധികം ഉണ്ടാകും? അതിനേക്കാളേറെ ഭീകരതയുള്ള മറ്റൊരു സത്യം കൂടിയുണ്ട്. ഈ 150 കേസുകളിൽ ഏകദേശം 100 കേസുകൾ 15 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണ്. ആ 100 കേസുകളിൽ ഏകദേശം 40ഓളം കേസുകൾ പടക്കങ്ങൾ ഉപയോഗിച്ച കുഞ്ഞുങ്ങളല്ല, മറിച്ച് മറ്റുള്ളവർ പടക്കങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നോക്കി മാത്രം നിന്നിരുന്ന കുഞ്ഞുങ്ങളാണ്. ഇവയിൽ 4 കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണ അന്ധതയാണ് ബാധിച്ചത്. ഈ കണക്കുകളുടെ ഭീകരത എത്രമാത്രമുണ്ട്? ഈ 4 കുഞ്ഞുങ്ങളിൽ ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ആയിരുന്നെങ്കിലോ?